ഹലോ ഗായ്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇൻഡസ് വാലി സിവിലൈസേഷൻ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് വെച്ച് നമുക്ക് തിയറി റിവൈസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ദ വേർഡ് ഇന്ത്യ കെയിം ഫ്രം ദ ഇൻഡെക്സ് കോൾഡ് ഡാഷ് ഇൻ സാൻസ്ക്രിറ്റ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ അഥവാ സിന്ധു ഘാട്ടി സഭ്യത. സിന്ധു ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഋഗ്വേദത്തിൽ സപ്തസിന്ധു എന്നാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. സപ്തസിന്ധു. ഈ സപ്തസിന്ധുവിൽ ഏതൊക്കെ റിവേഴ്സ് ഇൻക്ലൂഡ് എന്നറിയോ? ഒന്നാമത് ഇൻഡസ് റിവർ. ഇൻഡസ് റിവർ തന്നെയാണ് സിന്ധു എന്നറിയപ്പെടുന്നത്. ഓക്കെ, സംസ്കൃതത്തിൽ സിന്ധു എന്നറിയപ്പെടുന്നത്. രണ്ടാമത് ജലം. ജലം റിവറിനെയാണ് വിതസ്ത എന്നറിയപ്പെടുന്നത്. വിതസ്ത. ചേനാബ് റിവർ. ഈ ചേനാബ് റിവറിനാണ് അസ്കിനി എന്നറിയപ്പെടുന്നത്. ഇനി രവി റിവറിനെ അറിയപ്പെടുന്നത് പുരുഷിനി. ബിയാസ് റിവറിനെ അറിയപ്പെടുന്നത് ബിപാഷ എന്നാണ് കേട്ടോ. ബിപാഷ. ഇനി അടുത്തത് സത്ലജ്. സത്ലജ് റിവർ അറിയപ്പെടുന്നത് ഷുട്ടുഡ്രി. അടുത്തൊരു ഇമാജിനറി റിവർ സരസ്വതി. ഇതാണ് സപ്ത സിന്ധു. ഇനി ഇതൊക്കെ ഇങ്ങനെ ഓർത്ത് വെക്കാന്നാണോ അടുത്ത ക്വസ്റ്റ്യൻ? അതിനും പരിഹാരമുണ്ട്. സപ്ത സിന്ധു മെൻഷൻ ഋഗ്വേദത്തിലാട്ടാ. ഋഗ്വേദത്തിലാണ് സപ്ത സിന്ധു മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇൻഡസ് റിവർ സിന്ധു എന്ന് എല്ലാവർക്കും അറിയാം. സിന്ധു ഘാട്ടി സഭ്യത, ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഈ ക്വസ്റ്റ്യൻ ഇതെല്ലാവർക്കും അറിയുന്ന ഒരു പോയിന്റ് ആണ്. ഇനി ജയിലത്തിന്റെ പേരാണ് വിതസ്ത. ഞാനിതെങ്ങനെ ഓർത്ത് വെക്കാന്ന് വെച്ചാലേ, ജയിലിൽ പോയ ഒരു അവസ്ഥയാണ് വിതസ്ത. ജലം വിതസ്ത. എന്താണ്? ജയിലിൽ പോയ വല്ലാത്തൊരവസ്ഥ. ജലം വിതസ്ത. ഇപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്യാലോ, ജയിലിൽ പോയാൽ വല്ലാത്തൊരവസ്ഥ. ഓക്കെ. ഇനി വേറൊരു ട്രിക്കും കൂടി ഉണ്ട്. ജലം എന്നൊന്ന് പറഞ്ഞെന്താ? വാട്ടർ. ഓക്കെ. വൈറ്റമിൻ എന്ന് ഓർത്താൽ മതി. പണ്ടൊക്കെ എന്താണ്? വൈറ്റമിൻ എന്ന് പറഞ്ഞ വെള്ളം. വിറ്റാമിൻ വാട്ടർ. ഓക്കെ, ഓർത്താൽ മതി. അങ്ങനെ വിറ്റാമിൻ വാട്ടർ എന്ന് ഓർത്താൽ മതി. അല്ലെങ്കിൽ ജലം വല്ലാത്തൊരവസ്ഥ മലയാളത്തിൽ. ഓക്കെ, ജയിലിൽ പോയ വല്ലാത്തൊരവസ്ഥ. രണ്ടാമത്തെ ചെനാബ്, അസ്കിനി. ചെനാബിന് എന്താ ഓർത്ത് വയ്ക്കാന്നറിയോ? ചെന്നൈ. അശ്വിൻ രവിചന്ദ്രൻ അശ്വിൻ AS. ഇനി നോക്ക്, എല്ലാ റിവേഴ്സ്: ഇൻഡസ്, ജലം, ചെനാബ്, രവി, ബ്യാസ്, സത്ലജ്, സരസ്വതി. പുരുഷന്റെ പേര് രവി മാത്രം ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുള്ളൂ. രവി. അപ്പൊ എന്താണ്? രവി പുരുഷ്. ഇനി ബ്യാസ്, ബിപാഷ, BB. ഓക്കെ, BB, ബ്യാസ്, ബിപാഷ. നമുക്ക് 4 ഓപ്ഷനിൽ ഒന്ന് മാർക്ക് ചെയ്താൽ മതി. ആ സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു ഓർമ്മ കിട്ടിയാൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഹിസ്റ്ററി ഒക്കെ ഭയങ്കര വാസ്റ്റാ. ഫുള്ളായി പഠിക്കാനൊന്നും സമയമില്ല. അങ്ങനെ ആർക്കും പഠിക്കാനും പറ്റൂല. ഇതെങ്ങനെ ഓർത്ത അറിയോ? SUT, SHUT. വേൾഡിൽ തന്നെ ഉണ്ടല്ലോ ഒരു S മിസ്സിങ്. SUT സത്ലജ്, SH. ഇത് കണക്ട് ചെയ്താൽ മതി. SUT, SHUT. ഓക്കെ, SUT കോമൺ ആയിട്ടുണ്ടെങ്കിൽ SUT കോമൺ ആയിട്ടുണ്ടെങ്കിൽ സത്ലജ്, ഷുട്ടുഡ്രി മാർക്ക് ചെയ്തോ. പിന്നെ സരസ്വതി, അതൊരു ഇമാജിനറി റിവർ ആയിരുന്നു. അപ്പോൾ സപ്തസിന്ധുവിൽ ഏതൊക്കെ ഉണ്ടായിരുന്നു? ഇൻഡസ്, സിന്ധു, ജലം, വിതസ്ത. ജയിലിൽ പോയ വല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ വൈറ്റമിൻ വാട്ടർ എന്ന് ഓർത്ത് വെച്ചോ. ചെന്നൈയിൽ ആരല്ല? ആഷണ്ണൻ. ദാറ്റ് ഈസ് ചെനാബ്, അസ്കിനി. രവി ഒരേ ഒരു പുരുഷന്റെ പേരുള്ളൂ. രവി എന്ന് മാത്രമുള്ളൂ. പുരുഷിനി മാർക്ക് ചെയ്തോ. ബ്യാസ് വന്ന ബിപാഷ, BB. സത്ലജ്, SUT എവിടെയുള്ള മാർക്ക് ചെയ്തോ. SHUT എവിടെയുള്ള അത് മാർക്ക് ചെയ്തോ. അത് കഴിഞ്ഞിട്ട് സരസ്വതി, ഒരു ഇമാജിനറി റിവർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർക്കിടെക്ചറൽ എലിമെന്റ് ഇസ് എക്സ്ക്ലൂഡഡ് ഫ്രം ദ കൺസ്ട്രക്ഷൻ സൈറ്റ്സ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ? ഓപ്ഷൻ ഡി തന്നിരിക്കുന്നത് മോട്ടർ ഓഫ് ജിപ്സം. ഇതെന്താണ് ഗൈസ്? ഇതാണ് ഗ്രേറ്റ് ബാത്ത്. മോഹൻജോദാരോയിൽ കണ്ടുവരുന്ന ഗ്രേറ്റ് ബാത്ത്. ഇവിടെ ജിപ്സം ബേസ് മോട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ജസ്റ്റ് ഫോർ വാട്ടർ പ്രൂഫിങ്. ഓക്കെ. മോഹൻജോദാരോ ആരെ ഡിസ്കവർ ചെയ്തത്? RD ബാനർജിയാണ് ഡിസ്കവർ ചെയ്ത വർഷം 1922. മോഹൻജോദാരോ ഏത് റിവറിന്റെ ബാങ്കിലുള്ള? ബാങ്ക്സ് ഓഫ് വിച്ച് റിവർ? മോഹൻജോദാരോ സിറ്റുവേറ്റഡ് ഇൻ ദ ബാങ്ക്സ് ഓഫ് റിവർ ഇൻഡസ് റിവറിന്റെ ബാങ്കിലാണ് മോഹൻജോദാരോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാ? ഗ്രേറ്റ് ബാത്ത് ഉണ്ട് ഒന്നാമത്. രണ്ടാമത് ഗ്രേറ്റ് ഗ്രാനറി, പ്രോട്ടോ ശിവ, ഡാൻസിങ് ഗേൾ സ്റ്റാച്ചു, ഗോഡസ് എർത്ത്, പിന്നെ ഒരു ബിയേർഡ് മാനില്ലേ, പ്രീസ്റ്റ് കിങ് സ്റ്റാച്ചു ഉണ്ട്. അപ്പോൾ എന്തായാലും മോട്ടർ ഓഫ് ജിപ്സൺ അല്ല. ഇനി സൺഡ്രൈഡ് ബ്രിക്സ്. മോട്ടർ ഓഫ് ജിപ്സൺ എവിടെ ഉപയോഗിക്കുന്നുണ്ട്? മോഹൻജോദാരോ. സൺഡ്രൈഡ് ബ്രിക്സ് ധോളവീരയിൽ കണ്ടുവരുന്നുണ്ട്. ധോളവീര.
ധോളവീര ഒരേ ഒരു സിറ്റിയാണ് ദാറ്റ് വാസ് ഡിവൈഡ് ഇൻ ടു 3 പാർട്ട്. ഓക്കെ, ബാക്കിയുള്ള മേജർ സിറ്റീസ് 2 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, ഒന്ന് സൈറ്റിഡൽ, ബാക്കിയുള്ള ഒന്ന് ലോവർ ടൗൺ. പക്ഷെ ധോളവീര 3 ഭാഗങ്ങളായിട്ടായിരുന്നു ഡിവൈഡ് ചെയ്യുന്നത്. ഇനി ഐറൺ സ്ലാബ്, ഇൻഡസ് വാലി സിവിലൈസേഷൻ ബ്രോൺസ് ഏജിലല്ലേ ഉണ്ടായേ. ഐറൺ ഇവിടുന്ന് വന്നു. അപ്പോൾ ഇതാണ് ഐറൺ സ്ലാബ് ഉപയോഗിക്കേണ്ടതല്ല. അപ്പോൾ ഇതാണ് റൈറ്റ് ആൻസർ. ഇനി ബേക്ക്ഡ് ബ്രിക്സ് മോഹൻജുദാരോയിൽ കണ്ടുവരുന്നുണ്ടായിരുന്നു. ഓക്കെ, മോഹൻജുദാരോ. സൺഡ്രൈഡ് ബ്രിക്സ് ധോളവീരിൽ കണ്ടുവരുന്നുണ്ടായിരുന്നു. ബേക്ക്ഡ് ബ്രിക്സ് വാസ് ഫൗണ്ട് ഇൻ മോഹൻജുദാരോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് ഈസ് നൗ ലൊക്കേറ്റഡ് ഇൻ പാകിസ്ഥാൻ? ഓക്കെ, ഹരപ്പ. ഹരപ്പ എവിടെ ലൊക്കേറ്റഡ് ഗൈസ്? പഞ്ചാബിലാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഹരപ്പ ഈസ് ലൊക്കേറ്റഡ് ഇൻ പഞ്ചാബ് ഓഫ് പാകിസ്ഥാൻ. ഓക്കെ, പഞ്ചാബ് ഓഫ് പാകിസ്ഥാനിലാണ് ഹരപ്പ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ഏത് റിവറിന്റെ ബാങ്ക്സിലാണ് ഗൈസ്? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ബാങ്ക്സ് ഓഫ് റിവർ രവി. രവി റിവർ. ഓക്കെ, ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഫസ്റ്റ് കണ്ടുപിടിച്ച സൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഹരപ്പയാണ് ആൻസർ. കണ്ടുപിടിച്ച വർഷം ഏതാന്ന് വെച്ചാൽ 1921. കണ്ടുപിടിച്ച ആരാന്ന് ചോദിച്ചാൽ ദയാറാം ഷഹിനിയാണ് ആൻസർ. ഓക്കെ, ഇനി അവിടുത്തെ ഫീച്ചർ എന്താണെന്ന് ചോദിച്ചാൽ അവിടെ 6 ഗ്രീനറി കണ്ടുവരുന്നുണ്ടായിരുന്നു. 6 ഗ്രീനറീസ്. ഓക്കെ, ഇനെറു. ഇനി ലോത്തൽ. ലോത്തലുള്ള ഗുജറാത്ത്, ഇന്ത്യ. ഓക്കെ, ഗുജറാത്തിലാണുള്ളത്. ഏത് റിവറിന്റെ ബാങ്കിലാണ് ചോദിച്ചാൽ ബാങ്ക്സ് ഓഫ് വിച്ച് റിവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ആൻസർ ഇസ് ബോഗവ. ബോഗവ റിവർ. ഓക്കെ, ലോത്തലില് ഫീച്ചേഴ്സ് എന്തൊക്കെ ചോദിച്ചാൽ അവിടെ ആൻഷ്യന്റ് പോർട്ട് കണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആൻഷ്യന്റ് പോർട്ട്, ഡോക്ക് യാർഡ് കണ്ടുവരുന്നുണ്ടായിരുന്നു, ഫയർ അൾട്ടേഴ്സ് ഉണ്ടായിരുന്നു, ഡബിൾ ബൂറിയൽസ് ഉണ്ടായിരുന്നു. ലോത്തലില് എന്തൊക്കെ ഉണ്ടായിരുന്നു? ലോത്തലില് കണ്ടുപിടിച്ച ആരെന്ന് വെച്ചാൽ SR റാവു ആണ് കണ്ടുപിടിച്ചത്. ഓക്കെ, ബാങ്ക്സ് ഓഫ് വിച്ച് റിവർ? ബാഗോവ. ഓക്കെ, അവിടെ ആൻഷ്യന്റ് പോർട്ട് അഥവാ ഡോക്ക് യാർഡ് കണ്ടുകിട്ടുണ്ടായിരുന്നു, ഫയർ അൾട്ടേഴ്സ് കണ്ടുകിട്ടുണ്ടായിരുന്നു. ഡബിൾ ബ്യൂറിയൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ. അലങ്കീർപൂർ എവിടെ ഗൈസ്? ദാറ്റ് ഈസ് ഇൻ ഉത്തർപ്രദേശ്. ഓക്കെ, UP-യിലാണ്, ഉത്തർപ്രദേശ്. കാലിബംഗൻ എവിടെ? കാലിബംഗൻ രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ. ഏത് റിവറിന്റെ ബാങ്കിൽ വെച്ചാൽ ഗഗർ. GHAGGAR, ഗഗർ. കാലിബംഗനിൽ 7 ഫയർ അൾട്ടേഴ്സ് കണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് ബാംഗിൾസ് ഉണ്ടായിരുന്നു, പ്ലൂഡ് ഫീൽഡ് ഉണ്ടായിരുന്നു. ഓക്കെ, എന്തൊക്കെയാണ്? 7 ഫയർ ആൾട്ടേഴ്സ്, ബ്ലാക്ക് ബാംഗിൾസ്, പ്ലൂഡ് ഫീൽഡ്. 90 ഡിഗ്രിയിൽ 2 പ്ലൂഡ് ഫീൽഡ് കണ്ടിട്ടുണ്ടായിരുന്നു. 2 ക്രോപ്സ് ഒരുമിച്ച് വളർത്തുന്ന ഒരു രീതി അവിടെ കണ്ടുവരുന്നുണ്ടായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ദ ആർക്കിയോളജിസ്റ്റ് ഇൻ ഹരപ്പൻ സിറ്റീസ് ദ പാർട്ട് ടു ദ വെസ്റ്റ് വാസ് സ്മോളർ ആൻഡ് ദ ഹയർ വാസ് നോൺ as citadel. Okay, citadel. That's answer. ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. ഞാൻ പറഞ്ഞുതരാം. അവിടെയുള്ള ടൗൺ പ്ലാനിങ് എങ്ങനെയാ വെച്ചാൽ ടൗൺ പ്ലാനിങ് 2 രീതിയിലായിരുന്നു. വെസ്റ്റേൺ സൈഡിലായിട്ട് ഉള്ളതാണ് സീറ്റഡൽ, ഓപ്പോസിറ്റ് സൈഡിലായിട്ടുള്ളതാണ് ലോവർ ടൗൺ. ഓക്കെ, ലോവർ ടൗൺ. സീറ്റഡൽ സ്മോളർ ആയിരുന്നു ബട്ട് ഹയർ ടൗൺസ്. സ്മോളർ ബട്ട് ഹയർ ടൗൺ എന്ന് വെച്ചാൽ അവർ റേസ് ചെയ്തിട്ടായിരുന്നു. ചെറിയൊരു ഭാഗമായിരുന്നു, പക്ഷെ റേസ് ചെയ്തിട്ടായിരുന്നു. ഓക്കെ, അതാണ് ഹയർ ടൗൺ. ഇറ്റ് വാസ് വാൾഡ് എന്ന് വെച്ചാൽ ഫിസിക്കലി സെപ്പറേറ്റഡ്. ഇറ്റ് വാസ് വാൾഡ്. അതിന്റെ മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ ഇറ്റ് വാസ് ഫോർ സ്പെഷ്യൽ പബ്ലിക് പർപ്പസ്. പബ്ലിക് പർപ്പസ്. ലോവർ ടൗൺ എന്ന് വെച്ചാൽ വലിയ ഏരിയ ആയിരുന്നു, ലാർജർ ആയിരുന്നു, ബട്ട് ലോവർ ടൗൺ. ഓക്കെ, ഇനി ലോവർ ടൗൺ അതെ ഇറ്റ് വാസ് ഓൾസോ വാൾഡ്. മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ മെയിൻലി ഫോർ റെസിഡൻഷ്യൽ ബിൽഡിംഗ്. meant for residential buildings. Okay,
ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മോഹൻജൊദാരോ ബിലോങ്സ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് സിവിലൈസേഷൻ? ഒബ്വിയസ്ലി ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഓക്കെ. Mohenjo-daro, site of Harappan civilization, is located in which banks of which river? Mohenjo-daro, Indus Valley, Indus River. ഹരപ്പ ഏത് റിവറിന്റെ ബാങ്കിലും? റിവി റിവറിന്റെ ബാങ്കിൽ. മോഹൻജൊദാരോ ഇൻഡസ് റിവറിന്റെ ബാങ്കിൽ. ചൻഹുദാരോ അതെ ഇൻഡസ് റിവറിന്റെ ബാങ്കിൽ. ലോത്തൽ ബഗോവ. കാലിബംഗൻ രാക്കിഗർഹി ഗഗ്ഗാർ. ഓക്കെ. റോപ്പാർ ഏത് റിവറിന്റെ ബാങ്കിലായിരുന്നു? ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ബാങ്ക്സ് ഓഫ് റിവർ സത്ലജ്. വാട്ട് വാസ് ദ ഷേപ്പ് ഓഫ് ഗ്രേറ്റ് ബാത്ത് ഓഫ് മോഹൻജൊദാരോ? റെക്ടാങ്കുലർ ഷേപ്പ് ആയിരുന്നു. ഈ ഗ്രേറ്റ് ബാത്തിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ 12x7 ഡെപ്ത് 2.4 യെസ്, ഡെപ്ത് ഇറ്റ് വാസ് 2.4. ഓക്കെ, മീറ്റേഴ്സ്. 12 മീറ്റർ ഇൻറ്റു 7 മീറ്റർ റെക്ടാങ്കുലർ ഉണ്ടത്. ഡെപ്ത് എന്ന് പറയുമ്പോൾ 2.4 മീറ്റർ. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ദ ഗ്രേറ്റ് ബാത്ത് ഓഫ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ? ഗ്രേറ്റ് ബാത്ത് ഗ്രെയിൻ സ്റ്റോറേജിനാണ് ഉപയോഗിക്കുക. ഗ്രേറ്റ് ബാത്ത് അല്ല, ഫാമിങ്ങിന് വേണ്ടി ആയിരുന്നില്ല. ഇറ്റ് വാസ് യൂസ്ഡ് ആസ് എ വാട്ടർ ടാങ്ക് ഓഫ് ദ സിറ്റി. നോ, ഇറ്റ് വാസ് പ്രോബ്ലി യൂസ്ഡ് ഫോർ റിലീജിയസ് പർപ്പസ്. അത് ശരിയാ. ഓപ്ഷൻ ഡി ഇസ് എ റൈറ്റ് ആൻസർ. ഓക്കെ. ഇറ്റ് വാസ് യൂസ്ഡ് ഫോർ റിച്വൽ ബാത്തിങ് ആൻഡ് സ്പെഷ്യൽ പർപ്പസസ്. ബേൺഡ് ബ്രിക്സ് വെച്ചായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു മോട്ടർ ഓഫ് ജിപ്സം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഫോർ വാട്ടർ പ്രൂഫിങ്. ദ ഗ്രേറ്റ് ഗ്രീനറി വാസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഗ്രീനറീസ് ഇൻ മോഹൻജൊദാരോ. ഓക്കെ. ഇൻ ദ ഹരപ്പൻ സിവിലൈസേഷൻ, ഗ്രേറ്റ് ഗ്രീനറി in Mohenjo-daro is the largest building of the Indus Valley civilization in Mohenjo-daro. Which of the following site of Indus Valley civilization is not in the banks of the river Indus? Channhu-daro. ഈ ദാരോ ഇത് രണ്ടും അത് ഇൻഡസ് വാലി ഇൻഡസ് റിവറിന്റെ ബാങ്കിലാണ്. റോപ്പർ ഈസ് ഇൻ ദ ബാങ്ക് ഓഫ് ദ റിവർ സത്ലജ്. കോഡിജു അതെ ഇൻഡസ് റിവറിന്റെ ബാങ്കിലായിരുന്നു. ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. RS റിങ്കു സിംഗിനെ ഓർത്ത് വയ്ക്കാം. റിങ്കു സിംഗ്. ഓക്കെ. റോപ്പർ സത്ലജ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ SRK ഓർത്തോ. SRK, ദാറ്റ് ഈസ് സത്ലജ് റിവറിന്റെ ബാങ്ക്സിൽ റോപ്പർ സിറ്റി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹരപ്പൻ സിറ്റി ഈസ് ലൊക്കേറ്റഡ് ഇൻ അഫ്ഗാനിസ്ഥാൻ? ഷോർട്ടുഗായ് ഇസ് റൈറ്റ് ആൻസർ. ബലക്കോട്ട്. ഇന്ത്യ എയർ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ടല്ലേ പാകിസ്ഥാനിലെ ബലക്കോട്ടോടെ പാകിസ്ഥാൻ. നാഗേശ്വർ പേര് കേട്ടിട്ടുണ്ടോടെ? ഇറ്റ് ഇസ് ഇൻ ഇന്ത്യ. കാലിബംഗൻ നാഗേശ്വർ ഗുജറാത്തിലൊക്കെ. കാലിബംഗൻ അതെ ഇന്ത്യയിൽ. കാലിബംഗൻ രാജസ്ഥാനിലൊക്കെ. നാഗേശ്വർ അതെ ബല്ലക്കോട്ടും അതെ. ഈ സമയത്ത് ബോത്ത് വാസ് ഫേമസ് ഫോർ ഷെൽ മേക്കിംഗ് ഭയങ്കര ഫേമസ് ആയ നഗരങ്ങളായിരുന്നു ബല്ലക്കോട്ട് ആൻഡ് നാഗേശ്വർ. ഓക്കെ. ഹരപ്പ, വൺ ഓഫ് ദ സൈറ്റ്സ് ഓഫ് ഹരപ്പൻ കൾച്ചർ വാസ് ഫൗണ്ട് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഓഫ് പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യ? ഹരപ്പ എന്ന് പറയുമ്പോൾ പഞ്ചാബിലാണ്, പാകിസ്ഥാനിലുള്ള പഞ്ചാബിലാണ്. ഓക്കെ. ഏത് റിവറിന്റെ ബാങ്കിലാണെന്ന് വെച്ചാൽ രവി റിവറിന്റെ ബാങ്കിലാണ്. ബാങ്ക്സ് ഓഫ് ദ റിവർ രവി റിവർ. ഓക്കെ. രവിനെ സാൻസ്ക്രിറ്റിൽ എന്താ പറയാ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുരുഷ് എവിടെയാണ് ഓപ്ഷനിൽ അത് മാർക്ക് ചെയ്തു. മോസ്റ്റ് ഓഫ് ദ ഹരപ്പൻ സിറ്റീസ് ആർ പ്രൈമർലി ഡിവൈഡ് ഇൻ ടു രണ്ട് ഭാഗങ്ങൾ. ഞാൻ പറഞ്ഞു സൈറ്റിഡൽ ആൻഡ് ലോവർ പാർട്ട്. ഓപ്ഷൻ 2 ഇസ് റൈറ്റ് ആൻസർ. വിച്ച് ബോണ്ടിങ് മെറ്റീരിയൽ വാസ് മെയിൻലി യൂസ് ടു ജോയിൻ ദ സ്റ്റോൺ ആൻഡ് ബ്രിക്സ് ഓഫ് ദ ഗ്രേറ്റ് ബാത്ത് ഓഫ് ഹരപ്പൻ? ഞാൻ ഫോട്ടോ അടക്കം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പറഞ്ഞിരുന്നു ജിപ്സം മോട്ടർ യൂസ് ഉണ്ടായിരുന്നത്. മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ വാട്ടർ പ്രൂഫിങ്ങിന് വേണ്ടി. The remains of the Great Bath has been found from the excavation of the which of the following Harappan cities? Great Bath എവിടെ ഉണ്ടായിരുന്നത്? ഒബ്വിയസ്ലി മോഹൻജൊദാരോ ഇല്ലേ? അപ്പോൾ അവിടെ അല്ലേ കേട്ടുള്ളൂ. ദാറ്റ് ഇസ് റൈറ്റ് ആൻസർ. ലോകത്തിലുണ്ടായിരുന്നു ഗുജറാത്തിലാണ്. ലോകത്തിലൊരു പോർട്ട് സിറ്റി ആയിരുന്നു. ലോകത്തിലാണ് ഡബിൾ ബൂറിയൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഹരപ്പ ആയിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ ഫസ്റ്റ് ഡിസ്കവറി സൈറ്റ്. ഡിസ്കവർ ചെയ്ത ആളുടെ പേര് ദയാറാം സൈനി ആയിരുന്നു. വർഷം 1921 ആയിരുന്നു. ഓക്കെ. ഹരപ്പ ഉള്ളത് ഇറ്റ് ഇസ് പ്രസന്റ് ദ ബാങ്ക്സ് ഓഫ് ദ റിവർ രവി. ലോത്തിൽ പോർട്ട് സിറ്റി ആയിരുന്നു. ലോത്തിലുള്ളത് ഇൻ ദ ബാങ്ക്സ് ഓഫ് റിവർ ഭോഗവ. ഓക്കെ. കാലിബംഗൽ രാജസ്ഥാനിലാണ്. കാലിബംഗൽ ഗംഗാ റിവറിന്റെ ബാങ്ക്സിലാണുള്ളത്. കാലിബംഗൽ എന്തൊക്കെ കണ്ടുവന്ന്? ബാംഗിൾസ് കണ്ടുവന്നുണ്ടായിരുന്നു, പ്ലോസ് കണ്ടുവന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല ഫയർ ആൾട്ടേഴ്സ് ഉണ്ടായിരുന്നു. മോഹൻജൊദാരോ ഹൗ മെനി ടൈംസ് ഐ ഹാവ് സെഡ് അബൌട്ട് മോഹൻജൊദാരോ? RD ബാനർജിയാണ് കണ്ടുപിടിച്ചത്. സിന്ധ് പാകിസ്ഥാനിലായിരുന്നു. ഓക്കെ. അവിടുത്തെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റ് ബാത്ത്, ഗ്രേറ്റ് ബാനറി, പ്രോട്ടോസിവ, ഡാൻസിംഗ് ഗേൾ, സ്റ്റാച്യു, ഗോഡസർ, പിന്നെ പ്രീസ് കിങ്. ഫയർ ആൾട്ടേഴ്സ് ഫോർ ഫൗണ്ട് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹരപ്പൻ സിറ്റീസ്? രണ്ട് സിറ്റീസിലാണ് കണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാലിബംഗലിലും കണ്ടുവരുന്നുണ്ടായിരുന്നു. അത് ശരിയാ. ലോകത്തിലും കണ്ടുവരുന്നുണ്ടായിരുന്നു. ഓക്കെ. ഇത് രണ്ടിനും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. ബാനവല്ലിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ബാനവല്ലി ബാർലി, അവിടെ ഒരുപാട് ബാർലി കണ്ടുവരുന്നുണ്ടായിരുന്നു. അവിടെ ലാക്ക് ഓഫ് ഗ്രിഡ് പാറ്റേൺസ്. ഹരപ്പൻ സിറ്റീസിലെ മെയിൻ ഫീച്ചറാണ് റോഡ്സ് ആ പെർപെൻഡിക്കുലർ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു അവിടെ. അത് ബാനവല്ലിയിൽ കണ്ടുവരുന്നുണ്ടായിരുന്നില്ല. ഇനി ചൻഹുദാരോ ഇസ് എ സിറ്റി വിത്തൗട്ട്
സീറ്റിഡൽ. അതിൻ്റെ ഞാൻ പറഞ്ഞിരുന്നു സിറ്റി പ്ലാനിങ് 2 ഭാഗങ്ങളെ ഡിവൈഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു എക്സെപ്ഷനാണ് ചൻഹുദാരോ. ഇനി മോഹൻജദാരോ ആൻഡ് ഹരപ്പ. ഹൗ മെനി ടൈംസ് ഐ സെഡ് മോഹൻജദാരോ ആൻഡ് ധോളവീര. ധോളവീര എന്ന് പറയുമ്പോൾ ധോളവീരയിൽ ഒരു ജയന്റ് വാട്ടർ റിസർവോയർ ഉണ്ടായിരുന്നു. ജയന്റ് വാട്ടർ റിസർവോയർ. ഇനി ആൻഷ്യൻ സിറ്റി ഓഫ് ധോളവീര ഇസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഗുജറാത്ത്. കച്ച് ഏരിയ, ഗുജറാത്ത്. ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. മോസ്റ്റ് ഓഫ് ദ ഹരപ്പൻ സീൽസ് were made of സ്റ്റീറ്റൈറ്റ്. ഹരപ്പൻ സീൽ ഉണ്ടല്ലോ, സ്റ്റീറ്റൈറ്റ് വെച്ച് ടെറാക്കോട്ട, അതിൽ ടെറാക്കോട്ടയും യൂസ് ചെയ്യുന്നുണ്ട്. ടെറാക്കോട്ട. പിന്നെ അവരെ സീല് ഗോൾഡ് സീൽസും കണ്ടുവരുന്നുണ്ട്. ഓക്കെ, വേറെ എന്തൊക്കെയൊക്കെയാ? അഗട്ടി, പിന്നെ ഷർട്ട്, CHERT. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹരപ്പൻ സിറ്റി വർ ഫൗണ്ട് വിത്തൗട്ട് എ സൈറ്റഡൽ? ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞോളൂ. ചൻഹുദാരോ, ദാറ്റ് ഇസ് എ റൈറ്റ് ആൻസർ. ഏത് റിവറിന്റെ ബാങ്കില? ഇൻഡസ് റിവറിന്റെ ബാങ്കില. എവിടെ സിറ്റി? സിന്ധ്, പാകിസ്ഥാനിലാണ്. ഇറ്റ് ഇസ് എ സിറ്റി വിത്തൗട്ട് സീറ്റഡൽ. ചൻഹുദാറിൽ വേറൊരു പ്രത്യേകത ഉണ്ട്. കാരണമായ ഒരു നഗരം. ഇറ്റ് വാസ് ഡിവോട്ടഡ് ടു ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ഇൻക്ലൂഡിംഗ് ബീഡ് മേക്കിംഗ്, ഷെൽ കട്ടിംഗ്, മെറ്റൽ വർക്കിംഗ് ആൻഡ് സീൽ മേക്കിംഗ്, വെയിറ്റ് മേക്കിംഗ് ഓൾസോ. ഓക്കെ, ഇറ്റ് വാസ് എ സിറ്റി ഡിവോട്ടഡ് ടു ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ. The Citadel area has a huge mud brick platform which is 6 meters high and underlies all the construction. That option A, bricks, is the right answer. Which of the following were not a part of the Citadel in Harappan architecture? ഞാൻ പറഞ്ഞു സീറ്റഡിൽ ഉണ്ടായിരുന്നു, മറ്റേ അടുത്ത് ലോവർ ടൗൺ ഉണ്ടായിരുന്നു. ലോവർ ടൗണിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് ഫോർ റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ഒക്കെ. സീറ്റഡിൽ സ്പെഷ്യൽ പബ്ലിക് പർപ്പസിലായിരുന്നു. അപ്പോൾ എന്തായിരുന്നു? നോട്ട് എ പാർട്ട് ഓഫ് ദ സീറ്റഡൽ എന്ന് പറയുമ്പോൾ എന്താ? റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഫോർ മാസസ്. ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ഹൗസസ് റിമെയിൻ വർ ഫൗണ്ട് ഇൻ മേർഗർ സൈറ്റ് ഓഫ് ഹരപ്പൻ സിവിലൈസേഷൻ? സ്ക്വയർ ഓർ റെക്ടാങ്കുലർ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, സ്ക്വയർ ഓർ റെക്ടാങ്കുലർ. Now the Harappans brought gold from present day in India. കർണാടകയിൽ നിന്ന്. ഓക്കെ, ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. കർണാടക. Okay, which of the following metals were used to make weapons and tools in Harappan cities? Copper വെച്ചായിരുന്നു ഉണ്ടാക്കേണ്ടത്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ സിറ്റി ഹരപ്പൻ സിറ്റീസ് ഹാവ് നോട്ട് ബീൻ ഇൻക്ലൂഡഡ്? ആൻസർ ഉത്തരാഖണ്ഡ് ആണ് ഗൈസ്. ഓപ്ഷൻ എ. നമുക്ക് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ നോർത്തേൺ മോസ്റ്റ് പോയിന്റ്. ഞാൻ എങ്ങനെ ഓർത്ത് വെക്കുന്നത് എന്ന് വെച്ചാലുണ്ടല്ലോ, ഒട്ടുമിക്ക നോർത്ത് ഇന്ത്യൻസും മണ്ടന്മാരാണെന്നാണ് എൻ്റെ മനസ്സിലെ ഒരു ധാരണ. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ ഓർത്ത് വയ്ക്കാം. മണ്ട, MAN. ഞാനിത് ഓർത്ത് വയ്ക്കാൻ മാത്രമാണ് പറഞ്ഞത്. ഓക്കെ, ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി. മണ്ട ഇസ് എ നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇത് എവിടെയുള്ളത്? കാശ്മീരിൽ. ഓക്കെ, ഇനി സദേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ ദൈമബാദ് ആയിരുന്നു. ദൈമബാദ് ഉള്ളത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്ര. ഓക്കെ, ഇനി വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സുട്കഗെൻഡോർ. ഈ സുട്കഗെൻഡോർ ഉള്ളത് പാകിസ്ഥാനില്ല. പാകിസ്ഥാൻ. സുട്കഗെൻഡോർ ഇൻ പാകിസ്ഥാൻ. എനിക്കിപ്പോഴും ഡൗട്ടില്ല. സുട്കഗെൻഡോർ ഞാൻ പാകിസ്ഥാനാണുള്ളത്. പിന്നെ വേറൊന്നും ഡൗട്ട് ഉണ്ടാകാൻ കാരണം ഷോർട്ടുഗായ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഈ 11th ക്വസ്റ്റ്യൻ കണ്ടില്ലേ, അഫ്ഗാനിസ്ഥാനിൽ ഏതാ വെച്ചാൽ ഷോർട്ടുഗായ്. ഞാൻ എപ്പോഴും കൺഫ്യൂഷൻ മാറാനായിട്ട് എന്താ ആലോചിക്കുന്നത് അറിയോ? ഏതാ ചെറുത്? പവറിൽ ഏറ്റവും ചെറുത് അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ? അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ മാറിയും. സുട്കഗെൻഡോർ പാകിസ്ഥാൻ, ഷോർട്ടുഗായ് അഫ്ഗാനിസ്ഥാൻ, സുട്കഗെൻഡോർ പാകിസ്ഥാൻ. ഓക്കെ, പിന്നെ ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ അലംഗീർപൂർ ആണ്. ഇറ്റ് ഈസ് എ ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ്. അതുള്ളത് UP-ലാണ്. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ എവിടെയാണ് കണ്ടുവരാത്തതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഇൻ ഉത്തരാഖണ്ഡ്. ഗുജറാത്തിൽ ലോത്തൽ, ധോളവീര കണ്ടുവരുന്നുണ്ട്, ഫേമസ് സിറ്റീസ്. രാജസ്ഥാനിലെ കാലിബംഗൻ, ഹരിയാനയിൽ രാഖിഗർ. ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ലാർജസ്റ്റ് സൈറ്റ് എവിടെ വെച്ചാൽ രാഖിഗർ, ഹരിയാനയിലുള്ളത്. അതേപോലെ തന്നെ ഓൾഡസ്റ്റ് സൈറ്റ് അതേതാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ബിറാന. അതും ഹരിയാനയിലുള്ളത്. Which of the following Harappan town was located on the Kadir belt in Run of Kutch and it was divided into 3 parts? ത്രീ പാർട്ടിൽ ഏത് സിറ്റിയാണ് ഡിവൈഡ് ആയിരുന്നത്? ധോളവീരയാണ് ആൻസർ. ധോളവീര 3 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ഉണ്ടായിരുന്നു.
ധോളവീരയിൽ ഫേമസ് ആയിട്ടുള്ള ജൈൻ വാട്ടർ റിസർവർ ഉണ്ടായിരുന്നു. ധോളവീര വാസ് ഡിവൈഡ് into 3 parts. In 1948, Ernest Mackay mentioned that in the Harappan city of Lothal, the drains for drainage were made up of dashed bricks. Obviously, burned bricks are an answer. Okay. Okay. To study the building and structures of the Harappan civilization, a teacher should take his student on a field trip to which of the following states? Obviously, option A, Gujarat and Rajasthan. Drain exiting from Mohenjo-daro had dash doors that were probably closed at night to prevent vagrants or negative elements from entering the city through the dashes. Wooden doors. Had wooden doors. Okay, wooden doors. Wooden doors. That is the right answer. Which of the following statement is a false for Harappan town planning? Most of the towns have citadel in Harappan civilization. ഇതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ്. എവറി ടൗൺ ഹാഡ് എ ടെമ്പിൾ ഇൻ ഹരപ്പൻ സിവിലൈസേഷൻ. അത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അമ്പലമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. അമ്പലമൊന്നും ഉണ്ടായിരുന്നില്ല. എവറി ബിൽഡിംഗ് വാസ് മെയ്ഡ് അപ്പ് ഓഫ് സാൻഡ് സ്റ്റോൺ ഇൻ ഹരപ്പൻ സിവിലൈസേഷൻ. അതും ഫോൾസ് ആണ്. ഓക്കെ, 2 or 3 ആണ് ആൻസർ. ബോത്ത് 2 or 3. ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. Which of the following statement is correct? Granaries in the Indus Valley civilization were found in Harappa only. ഗ്രേറ്റ് ഗ്രാനറി, ഏറ്റവും വലിയ മോഹൻജദാരോ ഏറ്റവും വലിയ ബിൽഡിംഗ് ആണ് അത്. ഗ്രേറ്റ് ഗ്രാനറി മോഹൻജദാരോയും കണ്ടു, ഹരപ്പയിൽ മാത്രമല്ല. ദ സ്ക്രിപ്റ്റ് ഓഫ് ഹരപ്പൻ കൾച്ചർ ഹാസ് ബീൻ ഡെസിഫൈഡ് ബൈ സ്റ്റോൺ. തെറ്റാണ്, ഇന്നേ അവർ ഡിസഫയർ ചെയ്തിട്ടില്ല. തമിഴ്നാട് ഗവൺമെന്റ് ഇൻഫാക്ട് ക്രോർസ് ഓഫ് റുപ്യ ആരാണോ ഡിസഫയർ എന്ന് അവർക്ക് കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അറ്റ് ദ ബുറിൽസ് ഇൻ ഹരപ്പൻ സൈറ്റ് ദ ഡെഡ് വർ ജനറലി ലേഡ് ഇൻ പിറ്റ്സ്. അതൊരു റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ സി ഇസ് റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. Harappan culture spread only in the Sindh and Pakistan. Wrong, yeah. In Harappan civilization, which material was not used in construction of bricks? Wood based, iron based, gypsum mortar based, burned mud bricks based. Option B is the right answer. ഏതു ഉപയോഗിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അയൺ ഉപയോഗിച്ചിട്ടില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് ഫൗണ്ട് ഇൻ ഹരപ്പൻ എക്സവേഷൻ സൈറ്റ്സ്? ഡ്വെല്ലിംഗ് ഹൗസസ് കണ്ടുവരുന്നുണ്ടായിരുന്നു. പബ്ലിക് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നില്ല കേട്ടോ, അത് കണ്ടുവരുന്നുണ്ടായില്ല. പബ്ലിക് ബാത്ത് ഒബ്വിയസ്ലി ഗ്രേറ്റ് ബാത്ത് ഓഫ് മോഹൻജദാരോ. പബ്ലിക് ബിൽഡിംഗ് കണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നില്ല. ബി ആണ് കേട്ടോ ആൻസർ. Select the correct alternative on the basis of the given statement on the Great Bath of the Harappan civilization. The Great Bath was found in Mohenjo-daro site of the Harappan civilization. Another true statement. The Great Bath was lined with bricks coated with plaster and made watertight with layer of nature tar. Waterproof ഉണ്ടാക്കേണ്ടത് അത് വെച്ചാൽ പ്ലാസ്റ്റർ, ഒബ്വിയസ്ലി ജിപ്സം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ജിപ്സം ഇത് റൈറ്റ് ആണ്. ആൻഡ് മെയ്ഡ് വാട്ടർ ടൈറ്റ്. വാട്ടർ പ്രൂഫ് എന്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്? ജിപ്സം ഓഫ് മോട്ടർ വിത്ത് എ നാച്ചുറൽ tar. അത് റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ബോത്ത് ആർ റൈറ്റ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 are true. Select the correct alternative on the basis of the following given statement on the cities of Harappan civilization. Cities 1, most of the Harappan cities were divided into 2 parts, higher town and lower town. Higher town പറയുന്നത് സീറ്റഡൽ എന്നായിരുന്നു ഇതിന്റെ പേര്. സീറ്റഡൽ and lower town. Right statement. The archaeologists describe the lower part as wrong. Upper part. Okay, upper town is citadel. Only option 1 is, only statement 1 is true. In most of the Harappan cities, the houses had open allata covered ആയിട്ടുള്ള has covered drainage system outside. Okay, that is a wrong statement. Another. In the Harappan civilization, water and garbage used to drain out from the drains located outside the home ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, and go into the main underground ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. underground right. Only both second one is right, true. ഓപ്പൺ അല്ല, അവിടെ കവേർഡ് ആണ്, അണ്ടർഗ്രൗണ്ടും ആണ്. ഓക്കെ, ഓപ്ഷൻ only statement 2 is true. The location of ancient city of Taxila mentioned the ancient Indian text was identified by Alexander Cunningham, who is the father of Indian archaeology. ചോദിച്ചാണെങ്കിൽ ആൻസർ അലക്സാണ്ടർ കമ്മിംഗം ആണ്. Most of the mature Harappan sites in the region of Cholistan had been abandoned during answer 1800 BC. Mature Harappan എന്ന് വെച്ചാൽ 1800 BC ശേഷം ഒട്ടുമിക്ക ഹരപ്പൻ സിവിലൈസേഷൻ സ്റ്റാർട്ട് ടു ഡിക്ലൈൻ. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഫ്ലഡ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനെ വരെ ക്ലിയർ ആയിട്ട് റീസൺ നമുക്കറിയില്ല. ഓക്കെ, ഇൻ ദ സൈറ്റഡൽ ആൻഡ് ലോവർ ടൗൺ ഏരിയാസ് ഓഫ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഹരപ്പൻ സിറ്റീസ് ഹാവ് സെവറൽ ലാർജ് സിസ്റ്റേൺ ആൻഡ് റിസർവോയേഴ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ വാട്ടർ സിസ്റ്റേൺസ് റിസർവോയർ. ഏത് സ്ഥലത്തായിരുന്നു റിസർവർ ഉണ്ടായിരുന്നത്? വാട്ടർ റിസർവർ ഒരേ സ്ഥലത്തുണ്ടായിരുന്നു. ധോളവീര.
ഓക്കെ, റിസോവർ എവിടെ കാണുന്നു? വാട്ടർ റിസോവർ ധോളവീര മാർക്ക് ചെയ്തു. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. നൗ മാച്ച് ദ ഫോളോയിങ്. നാഗേശ്വർ എവിടെയാ? ഓക്കെ, നാഗേശ്വർ സൗരാഷ്ട്ര. നാഗേശ്വർ ഗുജറാത്തിലുള്ള സൗരാഷ്ട്ര. ഓക്കെ, ഗുജറാത്തിലുള്ള സൗരാഷ്ട്ര. ഓപ്ഷൻ 3. അലംഗീർപൂർ, ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ അലംഗീർപൂർ ഉത്തർപ്രദേശിലാണുള്ളത്. കാലിബംഗൻ രാജസ്ഥാനിൽ. രാഖിഗറി ലാർജസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ സൈറ്റ് ഹരിയാനയുള്ള. ഓപ്ഷൻ 4. ദിസ് ഇസ് 3124. 3124. ഓപ്ഷൻ ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ, ഫോർത്ത് only. Now, which of the following was the shell produced base centers of Indus Valley civilization? Ballakod and Nageshwar answer. Option C is the right answer. Thank you, friends.